വ്യത്യസ്ത വെന്യൂകളിലായിട്ട് അതിൻ്റെ പ്രൊഫഷണൽ രംഗത്തുള്ള ഫാമിലികൾ അവരുടെ കുഞ്ഞുങ്ങളുമായി വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ധാർമ്മിക ബോധം നൽകുക എന്നും അവർക്ക് വ്യത്യസ്ത വെന്യൂകൾ നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും അട്രാക്റ്റീവായൊരു വെന്യൂ ആണ് സ്വീറ്റ് ബഡ്സ്. നമ്മുടെ ചെറിയ പിഞ്ചോമനകൾ 3 വയസ്സ് മുതലുള്ള കുട്ടികൾ നഴ്സറി വേണ്ടിയിട്ടുള്ള പ്രത്യേക വെന്യൂ ആണ്. അത് കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ആ വെന്യൂ കൈകാര്യം ചെയ്തിട്ടുള്ളത് നമ്മുടെ പ്രൊഫഷണൽ വിങ്ങിൻ്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള മുഹമ്മദ് അലിക്കയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടെ വന്നിട്ടുള്ളത്. മുഹമ്മദ് അലിക്കയെ ഈ വേവ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ സ്വീറ്റ് ബഡ്സ് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തും പരിചയമുള്ള ഒരു വ്യക്തി എന്നുള്ളത്. ഈ വർഷവും നിങ്ങൾ തന്നെയാണോ അതിൻ്റെ സ്വീറ്റ് ബഡ്സിൻ്റെ ചാർജ് ഉള്ളത്? ഓക്കെ, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നമ്മളെ സാധനങ്ങൾക്കൊന്ന് പറഞ്ഞു. നമുക്കതിൽ പറയാനുള്ളത്, ഇപ്പോൾ പൊതുവേ ആളുകൾക്കുള്ളൊരു പ്രയാസമാണ് ചെറിയ മക്കളുണ്ടാകുമ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുമ്പോൾ അവരെ കൂടി നോക്കണം എന്നുള്ളതാണ് എല്ലാവർക്കും വരുന്നൊരു. അത് കാരണം പല ആളുകളും ഫാമിലി ഇല്ലാതെ ഒറ്റക്കൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റിൽ നമ്മൾ പെരിന്തൽമണ്ണ നടത്തി. അതിനുശേഷം നമ്മൾ കുറ്റിപ്പുറത്താണ് നമ്മൾ ഈ ഒരു സംഗതി കുറച്ചും കൂടി വ്യവസ്ഥാപിതമായിട്ട് നടത്തിയത്. അൽഹംദുലില്ലാഹ് നമ്മൾ അൽഫിത്ര അധ്യാപികമാരെയും അതുപോലെ അൽഫിത്ര ആയമാരെയും ചേർത്തിട്ടാണ് നമ്മൾ 10 പേരെ ചേർത്തിട്ടാണ് ഈ ഒരു 250ഓളം കുട്ടികളുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അവർക്ക് നമ്മൾ ശരിക്ക് വളരെ വ്യത്യസ്തമായിട്ട് ശരിക്കും ഒരു പ്രീ സ്കൂളിൽ എങ്ങനെ ഈ കുട്ടികളെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് ശരിക്കത് ആ ഒരു പ്രോഗ്രാം കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ കുട്ടികൾക്ക് ശരിക്കും നമ്മൾ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞു പോകുമ്പോൾ എന്നെ അങ്കിളേന്ന് വിളിക്കുന്നു, അതുപോലെ ആ ടീച്ചേഴ്സിനെ മേമാന്ന് വിളിക്കുന്നത്, അത്രയ്ക്ക് അവരായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലുപരി നമ്മൾക്ക് ശരിക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് പാട്ടിലൂടെയും അതുപോലെ കഥയിലൂടെയും നമ്മൾ നമ്മുടെ ആദാബുകൾ അതുപോലെ അദ്കാറുകൾ നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് ശരിക്ക് ഖുർആൻ പാരായണം ചെയ്ത് മറ്റൊരു വലിയ പ്രോഗ്രാമിന് എന്തൊക്കെ ഷെഡ്യൂളുകൾ ചെയ്യുന്നോ അതുപോലെ ഇതിനും നമ്മൾ കറക്റ്റ് വിഷയങ്ങളെടുത്ത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ കുട്ടികളെ എൻഗേജ് ചെയ്യാൻ വേറെ ഗെയിമുകളായിട്ട് തീർച്ചയായും നമ്മളിപ്പോൾ അവർക്ക് നമ്മൾ ഇപ്പോൾ ഈ ആദാബുകളും അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ഖുർആൻ ഇതൊക്കെ ശരിക്കും അവരെ വളരെ രസകരമായിട്ട് തന്നെയാണ് അവരിലേക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അവരറിയാതെ അവർ ശരിക്ക് ഈ ഒരു പ്രോഗ്രാം കഴിയുന്നതോടുകൂടി അവരറിയാതെ തന്നെ പ്രാർത്ഥനകൾ ചൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അവർക്ക് നമ്മൾ ഓരോ 2-3 പ്രോഗ്രാമുകൾ കഴിയുന്നതോടുകൂടി കുട്ടികൾക്ക് എൻഗേജ് ചെയ്യാനുള്ള രസകരമായ ചെറിയ ഗെയിംസുകൾ നമ്മൾ ബോൾസ് വെച്ചിട്ടും അതുപോലെ റിങ്സ് അതുപോലെ ക്ലാസ്സുകൾ ഇങ്ങനത്തതൊക്കെ വെച്ചിട്ടുള്ള കുട്ടികളെ വലിയൊരു പ്രയാസമില്ല എന്നാൽ അവർക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഗെയിംസുകളും നമ്മളതിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ അതിൽ രക്ഷിതാക്കളോട് നമുക്ക് പറയാനുള്ളത്, ചെറിയ മക്കളാണ്, അവരെ നോക്കേണ്ടിരുന്നു വിചാരിച്ചിട്ട് ആരും വരാതിരിക്കണ്ട. അവർ വരുമ്പോഴാണ് കുട്ടികൾക്ക് പൊതുവെ സ്കൂളിലൊക്കെ ടീച്ചേഴ്സ് പറയാറുണ്ട്, നിങ്ങൾ അഥവാ കുട്ടികളെ കാണാൻ വരുന്നുണ്ടെങ്കിൽ വരേണ്ടതില്ല, സ്കൂളിൽ ഓഫീസിൽ. അതാണ് നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ശരിക്ക് രക്ഷിതാക്കളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ശരിക്ക് ലാസ്റ്റിൽ കുട്ടികളെ കൊണ്ടുപോകാൻ റിസീവ് ചെയ്യാൻ വന്നാൽ മതി. അതിനിടയിൽ നിങ്ങൾ വരായിരുന്നാൽ മതി. കാരണം എന്താ വെച്ചാൽ വരുമ്പോഴാണ് കുട്ടികൾ എന്ത് ചെയ്യുക അവരെ കാണുന്നതും. ഇവിടെ പല രക്ഷിതാക്കൾക്കുള്ള ആശങ്ക അവർ ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ചിട്ടായിരിക്കും. ഫുഡ് കുട്ടികൾ കഴിക്കുമോ, എൻ്റെ കുട്ടിയെ കഴിക്കുമോ, ആ ഒരു പേടിയായിരിക്കും പലർക്കും. അപ്പോൾ അത് നിങ്ങൾ അത് നമ്മൾ ശരിക്ക് അൽഫിത്ര ടീച്ചേഴ്സും ആയമാരും ശരിക്ക് നമ്മളെ ഉമ്മമാർ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ, ഞങ്ങൾ വീട്ടിൽ കൊടുക്കുന്നതിലേറെ കെയർ നിങ്ങൾ കൊടുത്തു എന്നുള്ളത്. കാരണം ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ഒരു കുട്ടി കരയാതെ അല്ലെങ്കിൽ പ്രയാസപ്പെടാതെ നിന്ന് കുട്ടികൾക്ക് ശരിക്കും ഈ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, ഭക്ഷണം വാരി കൊടുക്കേണ്ടവർക്ക് വാരി കൊടുക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ തൊക്കത്തെടുത്തുകാണ്ട് വാരി കൊടുത്തുകാണ്ടൊക്കെ ടീച്ചേഴ്സ് നടന്നിരുന്നു. അങ്ങനെ അതായത് സ്വന്തം മക്കളെ പോലെ ആ ഒരു കെയർ കൊടുത്ത് അതിലപ്പുറം എന്നാൽ ശരിക്കും അവർ പറയില്ല. കാരണം മക്കളെ സ്വന്തം മക്കളാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുക, ദേഷ്യപ്പെട്ട അടിക്കുകയൊക്കെ ചെയ്യുക, ഇതെന്താ വെച്ചാൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിലേറെ കെയർ കൊടുത്തിട്ടാണ് സത്യത്തിൽ അവരെ നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. നമുക്ക് ഈ നിങ്ങളുടെ തിരക്കുകൾക്കിടയിലും വേവ്സിൽ വരികയും പിന്നെ ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്യുകയും ചെയ്തതിൽ. അപ്പോൾ രക്ഷിതാക്കളോട് 3 വയസ്സ് മുതൽ എത്ര 5 വയസ്സാണ് ശരിക്കും ബഡ്സിൽ വളരെ
നല്ല ഗെയിമുകളിലൂടെയും നമ്മുടെ ആദാബുകൾ അദ്കാറുകളും ഖുർആനുകളും ഒക്കെ ആയിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ അവരെ കൈകാര്യം ചെയ്യുന്ന ഒരു വെന്യൂ തന്നെയാണ് നമുക്കിവിടെ സ്ട്രീറ്റ് ബേർഡ്സ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ കുട്ടികളെ കുറിച്ച് ഒരു ആശങ്കയും ഇക്കാര്യത്തിൽ വേണ്ട എന്നുള്ള ഒരു സന്തോഷം കൂടി ഈ ഒരു ഇതിൽ പറയുകയാണ്.